7 ദിവസത്തെ സ്റ്റഡി ചലഞ്ചിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. പഠിക്കുന്ന സമയം നിങ്ങൾക്ക് കൂടുതലാക്കണം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഈ ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചോളൂ. ഡേ 1. ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര സമയമാണ് പഠിക്കുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അരമണിക്കൂർ പോലും പഠിക്കുന്നില്ല എന്നവരാണെങ്കിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ടൈം വെച്ച് അരമണിക്കൂർ ഇരുന്ന് പഠിക്കുക. ഈ അരമണിക്കൂർ കൊണ്ട് എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അത് മതി. ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു വിടുക, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന എത്രയാണോ അത്ര മാത്രം നോക്കുക. അതിനുശേഷം ഡേ 2, നിങ്ങൾ ആദ്യം അരമണിക്കൂർ പഠിക്കുക. അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും അരമണിക്കൂർ പഠിക്കുക. അങ്ങനെ ടോട്ടൽ 1 മണിക്കൂർ നിങ്ങൾ ഡേ 2 പഠിക്കണം. 5 മിനിറ്റ് ബ്രേക്ക് ഇടയിലെടുക്കാം. ഡേ 3 ഇതുപോലെ അരമണിക്കൂർ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 1.5 മണിക്കൂർ പഠിക്കണം. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ടോട്ടൽ 10 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കും. ബാക്കി അരമണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതെ കൂടുതൽ സമയം പഠിക്കാനും സാധിക്കും. ഇനി ഡേ 4 ഇതുപോലെ തന്നെ വീണ്ടും അരമണിക്കൂർ കൂട്ടുക. അപ്പോൾ 2 മണിക്കൂർ പഠിക്കണം ഡേ 4ൽ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അരമണിക്കൂർ വിട്ടിട്ടുള്ള ബ്രേക്ക് എടുക്കണം. വെറും 5 മിനിറ്റ് മാത്രമാണ് ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ഫോണൊന്നും നോക്കിക്കളയരുത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് ജസ്റ്റ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാര്യങ്ങൾക്കൊന്നും പോകരുത്. ഇതേപോലെ തന്നെ ഡേ 5ൽ നിങ്ങൾ അരമണിക്കൂർ വീണ്ടും കൂട്ടുക. അപ്പോൾ 2.5 മണിക്കൂർ പഠിക്കേണ്ടി വരും. അങ്ങനെ 5 മിനിറ്റ് ബ്രേക്ക് അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞ ശേഷം എടുക്കുക. ഇതേപോലെ തന്നെ ഡേ 6 3 മണിക്കൂർ പഠിക്കണം. ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് ഓവറായിട്ട് നീണ്ടു പോകരുത്. ഇങ്ങനെ നിങ്ങൾ ഡേ 6 എത്തുമ്പോൾ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഡേ 7ൽ നിങ്ങൾ 3.5 മണിക്കൂർ പഠിക്കണം. വീണ്ടും നമ്മൾ അരമണിക്കൂറും കൂടി ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ടൈം ഇൻക്രീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 7 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.5 മണിക്കൂർ പഠിക്കാൻ സാധിക്കും. ഇതുപോലെ ടൈം ഇനിയും കൂട്ടണമെങ്കിൽ ഡെയിലി അരമണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. ഇല്ലെങ്കിൽ 3.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പഠിച്ചു പോവാം. നിങ്ങൾക്ക് എത്ര ടൈമാണോ പഠിക്കേണ്ടത് ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ചെറിയ ടൈമിൽ നിന്ന് തുടങ്ങി അത് വലിയ ടൈമിലേക്ക് മാറ്റുക. ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിനോട് സെറ്റാകും. അല്ലാതെ ഒരു ദിവസം ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂർ 10 മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് അത് ബേർഡനായി തോന്നും. ഒന്നും പഠിക്കാത്ത ആൾ പെട്ടെന്ന് 5 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ടാസ്ക് ആണല്ലേ. അപ്പോൾ ഒന്നും പഠിക്കാത്തവർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാത്തവർ അരമണിക്കൂർ വെച്ചിട്ട് തുടങ്ങുക. ഈ ചാലഞ്ച് ഒന്ന് ചെയ്തു നോക്കൂ. ഇത് വളരെ യൂസ്ഫുൾ ആണ്. ചെയ്തു നോക്കി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.